വെൽക്കം ടു ഫോണോ ചാനൽ വേൾഡ്. നമ്മളിപ്പോൾ ബൊളിവിയാഡ് വേൾഡിലാണ്. നിങ്ങൾ ട്രാവൽ ചെയ്യാൻ ഇഷ്ടമുള്ള ആളാണോ? എന്നാൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ബാക്ക് പാക്ക് റെഡി ആക്കിക്കോളൂ. നമുക്കൊരു വീക്കെൻഡ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണിത്. നിങ്ങൾ വരുന്നതിന് ഒരാഴ്ച മുമ്പ് തന്നെ ടിക്കറ്റ്സ് ഒന്നും ബുക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. vbook.com നമ്മൾ ടിക്കറ്റ്സ് ഓൺലൈനിൽ ബുക്ക് ചെയ്യേണ്ടത്. ഞങ്ങൾ കണ്ട കാഴ്ചകളും ഇൻഫർമേഷനും നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഈ വ്ലോഗ് എടുക്കുന്നത്. സോ ഇത് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് ആദ്യം എവിടെ പോകണം? അപ്പൊ നമ്മൾ ആദ്യം പോകുന്നത് ഫ്രാൻസ്, UK, USA, ഏഷ്യ, മെക്സിക്കോ, സ്പെയിൻ, ഇന്ത്യ. ഇതിലെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ വരൂ. വീക്കെൻഡിലെ ടിക്കറ്റ്സിനാണ് 58 റിയാൽ പെർ ഹെഡ്. അത് വിതൗട്ട് എനി റൈഡ്സ് ആണ്. അകത്ത് റൈഡ്സും കുറച്ച് ഫൺ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ പേ ചെയ്ത് നമുക്ക് ആവശ്യമുള്ളതിൽ മാത്രം നമുക്ക് കയറാം. വീക്ക് ഡേയ്സിൽ ടിക്കറ്റ് ചാർജ് കുറവാണ്. 28 റിയാൽ പെർ ഹെഡാണ് വീക്ക് ഡേയ്സിൽ. ഇത് കൂടാതെ VIP ടിക്കറ്റ്, ഗോൾഡ് ടിക്കറ്റ്, ഫാമിലി ടിക്കറ്റ് ഒക്കെ അവൈലബിൾ ആണ്. നിങ്ങളിവിടെ വരുമ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വരാൻ ശ്രദ്ധിക്കുക. 3-4 മണിക്കൂർ നടപ്പുണ്ട്. കൂടാതെ ഫുഡ് ഐറ്റംസ് ഒന്നും അകത്ത് അലൗഡല്ല. ഗേറ്റിൽ ചെക്കിംഗ് ഉണ്ട്. അങ്ങനെ നടന്ന് നമ്മൾ പാരീസിലെത്തിയെന്ന് തോന്നുന്നു. ഇതാ നമ്മുടെ മുന്നിൽ ഈഫൽ ടവർ കണ്ടില്ലേ? നിങ്ങൾക്ക് ഒറ്റ രാത്രി കൊണ്ട് ലോകം മുഴുവൻ സഞ്ചരിക്കാം റിയാദ് ബൊളിവാർഡ് വേൾഡിൽ വന്നാൽ. അങ്ങനെ നമ്മൾ ഈഫൽ ടവറിൻ്റെ ഉള്ളിൽ കൂടെ നടന്നു പോവുക. നമ്മൾ അടുത്തതായി പോയത് US പവലിയനിലാണ്. ഇവിടെ റിയാദ് സിറ്റിയും റിയാദ് വേൾഡും അടുത്തടുത്ത് തന്നെയാണുള്ളത്. നമ്മൾ ഇപ്പോൾ പോയത് റിയാദ് വേൾഡിലാണ്. അവിടെയാണ് വേൾഡിലെ എല്ലാ കൺട്രീസിൻ്റെയും പവലിയൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. വൈകിട്ട് 4 മണി മുതൽ മിഡ് നൈറ്റ് വരെയാണ് ഇവിടുത്തെ ടൈമിങ്. ഇവിടെ വരുമ്പോൾ കൃത്യം 4 മണിക്ക് തന്നെ എത്തിച്ചേരാൻ ശ്രമിക്കണം. എന്നാലേ നമുക്കിത് മുഴുവൻ കണ്ടു തീർക്കാൻ സാധിക്കൂ. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നടന്ന് കാണാനുണ്ട്. അപ്പം നടന്ന് ക്ഷീണിക്കുമ്പോൾ ഇരിക്കാനായിട്ടുള്ള ചെയർസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കിരുന്ന് നമുക്ക് ക്ഷീണമൊക്കെ മാറ്റി പിന്നെയും കാഴ്ചകൾ കാണാം. Now we are moving to Asia zone. ജപ്പാൻ, തായ്ലൻഡ്, കൊറിയ ഒക്കെയാണ് ഈ ഏഷ്യ സോണിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യക്ക് സെപ്പറേറ്റ് ആയിട്ടാണ് സോൺ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നല്ല കിഡിലൻ തായ് ഫുഡ്സൊക്കെ അവൈലബിൾ ആണ്. പിന്നെ റേമൻ, ബോബ ടീ ഒക്കെ അവൈലബിൾ ആണ്. ജപ്പാൻ്റെ പവലിയനിൽ നമ്മളെ വെൽക്കം ചെയ്യാൻ നിൽക്കുന്നത് ഇവനാണ്. ഈ ഫിക്ഷണൽ ക്യാരക്ടറിൻ്റെ പേരറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ. ഇതൊരു ജാപ്പനീസ് അനിമേ സ്റ്റോറാണ്. അവരുടെ സ്പെഷ്യാലിറ്റീസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഐറ്റംസ് ഒക്കെ അത്യാവശ്യം എക്സ്പെൻസീവുമാണ്.
അടുത്തത് തായ്ലൻഡിൻ്റെ പവലിയനാണ്. ഇവിടെ നല്ല കിടിലൻ തായ് ഫുഡ്സ് ഒക്കെ അവൈലബിൾ ആണ്. മാത്രമല്ല താല്പര്യമുള്ളവർക്ക് തായ് മസാജും ട്രൈ ചെയ്യാവുന്നതാണ് ഇവിടെ. മസാജ് പാർലറിൻ്റെ വാതിൽക്കൽ നിന്ന് ഈ ചേട്ടൻ നമ്മളെ അകത്തോട്ട് വിളിക്കുവാണ്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ പെർഫോമൻസ് നടക്കുന്നൊരു സ്റ്റേജാണ്. അവിടെ അടുത്തതായി തായ് ഫാൻറ്റസി ഷോ ആണ് 7:10. അപ്പോൾ ഇപ്പോൾ സമയം 7 മണി. അപ്പം നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് ഫുഡ് സ്ട്രീറ്റൊക്കെ ഒന്ന് കറങ്ങി വരാം. ഫുഡ് സ്ട്രീറ്റിൽ നിന്ന് നേരെ ചെന്നാൽ നമ്മൾ എത്തുന്നത് ലഗൂൺ ലേക്കിലേക്കാണ്. ഈ ലഗൂൺ ലേക്കിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ വേൾഡ്സ് ലാർജസ്റ്റ് ആർട്ടിഫിഷ്യൽ ലേക്കാണിത്. ഈ ലേക്കിൻ്റെ ചുറ്റുമായിട്ടാണ് ഈ പവലിയൻസ് എല്ലാം ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ വെള്ളത്തിലൂടെ ഓടുന്ന കാർ കണ്ടിട്ടുണ്ടോ? ഇവിടെ വന്നാൽ നിങ്ങൾക്ക് അതും കാണാം. വേണമെങ്കിൽ ഒരു സവാരിയും പോവാം അതിൽ. ഗിന്നസ് വേൾഡ് റെക്കോർഡിൻ്റെ കഥ ഇവിടെ തീരുന്നില്ല. വേൾഡ്സ് ലാർജസ്റ്റ് LED ലൈറ്റ് ബൾബാണ് ഇവിടെയുള്ളത്. ഇതിൻ്റെ ഡയമീറ്റർ 35 മീറ്റർ ആണ്. കാഴ്ചകൾ കണ്ട് സമയം പോയതറിഞ്ഞില്ല. നമ്മുടെ തായ് പെർഫോമൻസിൻ്റെ ടൈം ആയിട്ടുണ്ട്. അപ്പം നമുക്കത് കണ്ടാലോ? അടുത്തത് മെക്സിക്കൻ സ്ട്രീറ്റ് ആണ്. ഇവിടെ വെറൈറ്റി ഐറ്റംസ് ഒക്കെ വെക്കുന്ന ഒരു സ്റ്റോറുണ്ട്. അവിടെ ഒന്ന് കയറി നോക്കാം. തായ് പെർഫോമൻസ് ഒക്കെ അടിപൊളിയല്ലായിരുന്നോ? ഇനി നമുക്ക് ഒരു സ്ട്രീറ്റ് ഡാൻസ് കാണാം. നടന്ന് ക്ഷീണിച്ചു. ഇനി കുറച്ച് വിശ്രമിക്കാം. നമ്മളിവിടുത്തെ സ്റ്റാളിൽ നിന്ന് വാങ്ങിച്ചതാണ് ഈ ഫുഡ്. ഈ ഫുഡിൻ്റെ പേരറിയാമെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതിനകത്ത് ഫുഡ് നല്ല എക്സ്പെൻസീവാണ്. അതുകൊണ്ട് നിങ്ങൾ വരുന്നതിന് മുമ്പ് ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം വരാൻ. അങ്ങനെ നമ്മൾ ഫൺ സോണിലെത്തി. ഈ സ്കൈ ലൂപ്പ് കണ്ടോ? ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇവനും ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഹോൾഡറാണ്. വേൾഡിലെ ലോങ്ങസ്റ്റ് മൊബൈൽ സ്കൈ ലൂപ്പാണിത്. ബോളിവുഡ് വേൾഡ് 2024 മാർച്ച് 22 വരെ ഓപ്പൺ ആണ്. അപ്പോൾ 4 മാസത്തോളം സമയമുണ്ട്. വീക്കെൻഡിൽ ഇവിടെ നല്ല തിരക്കാണ്. റൈഡുകളിലൊക്കെ കയറണമെങ്കിൽ ഒരുപാട് സമയം വെയിറ്റ് ചെയ്യണം. ഇന്ത്യയുടെ പവലിയൻ നമ്മളെ സ്വാഗതം ചെയ്യുന്നത് കണ്ടോ? ഇനി നമുക്ക് ഇന്ത്യ, ഈജിപ്റ്റ്, മൊറോക്കോ, ഇറ്റലി, ഗ്രീസ്, ചൈന ഒക്കെ വിസിറ്റ് ചെയ്യാനുണ്ട്. ആ വിശേഷങ്ങളൊക്കെ അടുത്ത വ്ലോഗിൽ. ഈ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.